ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ മാങ്ങിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല സൂപ്പർ ഒരു കറി, അതുപോലെ തന്നെ ചെമ്മീൻ്റെ തല പപ്പായ ഇട്ട് ഒലത്തിയതുമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളിവിടെ 1 കിലോ വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി അതിൻ്റെ തലയും അതിൻ്റെ ബോഡി പാർട്ടൊന്ന് വേറെ ആക്കി എടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒരു നൈസായിട്ട് ഒരു സിമ്പിളായിട്ട് ഞാനതൊന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ തല കറി വയ്ക്കാൻ എടുക്കാനായിട്ട് തല ഇതുപോലെ അതിൻ്റെ മുള്ള് കട്ട് ചെയ്തിട്ട് കാലൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ തലയാണ് നമ്മൾ പപ്പായ ഇട്ട് ഒലത്തണത്. അപ്പോൾ ഇത് നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തല വേറെ, അതുപോലെ തന്നെ അതിൻ്റെ ബോഡി പാർട്ട് വേറെ. അപ്പോൾ അതിൻ്റെ ബോഡി പാർട്ടിൻ്റെ ആ തോടുന്ന് നമുക്ക് എടുത്തു കളയാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശത്തിൽ നിന്ന് കുറച്ച് അങ്ങ് കിള്ളിക്കളയുക, പിന്നെ വാലിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെമ്മീൻ്റെ തോടൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പോരും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം പെട്ടെന്ന് വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനവിടെ ചെമ്മീനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ട് നല്ലതുപോലെ തേച്ച് കഴുകിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെമ്മീൻ മാങ്ങിട്ട് കറി വയ്ക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ തിരിച്ച് ചെനച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന മാങ്ങയാണ്. കുറച്ച് ചെനച്ച് തുടങ്ങിയിട്ട് എന്നാലും നല്ല പുളിയാണ്. അപ്പോൾ അത് നമുക്ക് വേഗം തന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ കട്ട് ചെയ്ത മാങ്ങ ഈ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കണ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നമ്മൾ ചതച്ചാണ് എടുക്കണേ. അപ്പോൾ നമുക്കത് വേഗം തന്നെ ചതച്ചെടുക്കാം. ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇവിടെ ഞാനൊരു 3/4 തേങ്ങ എടുത്ത് അടിച്ച് 1 ഗ്ലാസ് പാല് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തലപ്പാൽ മാറ്റി വയ്ക്കാം. 2ാം പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവിയുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവി കൂട്ടുകയാണെങ്കിൽ നമ്മളതനുസരിച്ച് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി എന്നുള്ളത് 1 സ്പൂൺ ആക്കുക. തേങ്ങയും അതുപോലെ തന്നെ കൂട്ടിയെടുക്കുക, തേങ്ങാപ്പാൽ കൂട്ടിയെടുക്കുക. അല്ലാതെ ഗ്രേവി കൂട്ടാൻ വേണ്ടി വെള്ളം കൂട്ടിയെടുക്കാൻ നിൽക്കരുത്. ഞാനിതിപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് ചെമ്മീൻ്റെ തല ഉലർത്താനുള്ള കപ്പങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കപ്പങ്ങ ഒന്ന് ചെത്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ്റെ തല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കപ്പങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പില, ഒരു സ്വല്പം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടിയിട്ട് ഒരു 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒരടി അടിച്ചെടുക്കാം. ഒരു വിസിൽ വന്നാൽ മതി, അല്ലെങ്കിൽ കപ്പങ്ങ അലിഞ്ഞങ്ങ് പോവും. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് വേവായിക്കോളും. ഇപ്പം നമ്മുടെ
കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരുന്നത്. കറി ഇപ്പോൾ ശരിക്കും വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തലപ്പാൽ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഇതുപോലെ കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വന്ന പോലെ ഇരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഗ്രേവി കൂട്ടുക. അതുപോലെ മുളക് പൊടി അധികം ചേർക്കരുത്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കുക. ഈ കറിക്ക് കറക്റ്റ് ഈ കളറ് കിട്ടണം. അതുകൊണ്ട് മുളക് പൊടി അധികം ചേർക്കരുത്. കാരണം തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തിള എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ തലപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് എല്ലായിടത്തും തിള എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും കുറച്ച് മുളകും കൂടി താളിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയുള്ള ചാറ് കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കപ്പങ്ങയും അതുപോലെ തന്നെ ചെമ്മീൻ തലയും കൂടി വേവിച്ച് വെച്ചേക്കുന്നത് നുലത്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു 2 സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവുന്നൊരു വഴറ്റ അതിലേക്ക് നമുക്ക് സവാള ശരിക്കും മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 1.5 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിലിടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ ഈ പപ്പായയും അതുപോലെ തന്നെ ചെമ്മീൻ്റെ തലയും കൂടി വേവിച്ചത്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി മാത്രം, ചില്ലി ഫ്ലേക്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ തലയും പപ്പായയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി ആ മുളകൊക്കെ എല്ലായിടത്തും ഒന്ന് ആവുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുപോലെ ചെമ്മീനും മാങ്ങയും കൂടി ചാറുകറി വെക്കുക. അതുപോലെ തന്നെ ചെമ്മീൻ തലയിട്ട് പപ്പായിട്ട് നല്ലൊരു ഉലർത്തും കൂടി ഉണ്ടാക്കുക. ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.